എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ്: ടോയ്ലറ്റ് സ്റ്റേജ് എന്നറിയപ്പെടുന്ന വികാസ ഘട്ടം ഏതാണ്? നോക്കുക, ടോയ്ലറ്റ് സ്റ്റേജ് എന്നറിയപ്പെടുന്ന വികാസ ഘട്ടം ഏതാണ്? നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. ശൈശവമുണ്ട്, ബാല്യമുണ്ട്, കൗമാരമുണ്ട്, പ്രായപൂർത്തിഘട്ടമുണ്ട്, അതുപോലെ വാർദ്ധക്യമുണ്ട്. ഇങ്ങനെ ജനന സമയത്തിന് മുമ്പേ തന്നെയുള്ള ഒരു ഘട്ടവുമുണ്ട്. അതിന് പറയുന്നു പ്രീനാറ്റൽ പീരിയഡ്. അപ്പോൾ ജനനത്തിന് മുമ്പുള്ള പ്രീനാറ്റൽ പീരിയഡ്, പിന്നെ ജനനത്തിന് ശേഷമുള്ള ബാല്യം, കൗമാരം, യൗവനം, പ്രായപൂർത്തിഘട്ടം, അതുപോലെ തന്നെ വാർദ്ധക്യം. ഇങ്ങനെ പല വികാസഘട്ടങ്ങളിൽ കൂടിയാണ് മനുഷ്യൻ കടന്നു പോകുന്നത് അവൻ്റെ ജീവിതാന്ത്യം വരെ. ഈ ഘട്ടങ്ങളിലൊക്കെ വികാസം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനെയൊക്കെ നമ്മൾ പറയുന്ന വികാസഘട്ടം എന്നാണ്. എന്നാൽ ടോയ്ലറ്റ് സ്റ്റേജ് എന്നറിയപ്പെടുന്ന വികാസഘട്ടം ഏതാണ്? ആ വികാസഘട്ടത്തിൻ്റെ ഉത്തരമാണ് ശൈശവം. ശൈശവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 0 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ശൈശവം എന്ന് പറയുന്നത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ളതിനെ ആദിബാല്യം എന്ന് പറയുന്നു. 6 മുതൽ 9 വയസ്സ് വരെ മധ്യബാല്യം എന്ന് പറയുന്നു. 9 മുതൽ 12 വയസ്സ് വരെ അന്ത്യബാല്യം അഥവാ പിൽക്കാല ബാല്യം എന്നാണ് പറയുന്നത്. കാര്യങ്ങൾ ഓർത്തു നോക്കുക. ടോയ്ലറ്റ് സ്റ്റേജ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ശൈശവമാണ്. 0 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഇതിനെ നമ്മൾ ബേബിഹുഡ് എന്നും അറിയപ്പെടുന്നു. നോക്കുക, ഞാനൊരു ചിത്രം ഇവിടെ വരച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കുട്ടി കിടക്കുകയാണ്, പിന്നെ ചെരിയുകയാണ്, പിന്നെ കയ്യിൽ നിൽക്കുകയാണ്, ഇരിക്കുകയാണ്, നിൽക്കാൻ ശ്രമിക്കുകയാണ്, നിൽക്കുകയാണ്. സോ വികാസ പരിണാമത്തിലെ ഓരോ സ്റ്റേജിനെ കുറിച്ചാണ്, ഓരോ ഡെവലപ്മെൻ്റൽ സ്റ്റേജാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ സ്റ്റേജിനെ നമ്മൾ ബേബിഹുഡ് എന്നും പറയുന്നു, ഒപ്പം ടോയ്ലറ്റ് സ്റ്റേജ് എന്നും പറയുന്നു. അപ്പോൾ ശൈശവം 0 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തെ ടോയ്ലറ്റ് സ്റ്റേജ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ബേബിഹുഡ് എന്ന് പറയുന്നു. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ചോദ്യം. ഒപ്പം മനസ്സിലാക്കുക, ശൈശവത്തിലെ കുട്ടികളുടെ ഏറ്റവും വലിയ വികാര പ്രകടനം എന്ന് പറയുന്നത് കരച്ചിലാണ്. പ്രായപൂർത്തിയായ ആൾക്ക് അവരുടെ വികാര പ്രകടനത്തിന് പല മാർഗങ്ങൾ ഉണ്ടാവാം. എന്നാൽ ശൈശവത്തിലെ ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാര പ്രകടന മാർഗം എന്ന് പറയുന്നത് കരച്ചിലാണ്. പിന്നെ കാതറിൻ ബ്രിഡ്ജിന്റെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വൈകാരിക വികാസത്തെക്കുറിച്ച് പഠിച്ച പ്രസിദ്ധ മനോവൈജ്ഞാനികയാണ്, മനഃശാസ്ത്രജ്ഞയാണ് കാതറിൻ ബ്രിഡ്ജ്. എല്ലാവർക്കും അറിയാം കാതറിൻ ബ്രിഡ്ജ്. സോ കാതറിൻ ബ്രിഡ്ജ് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുട്ടികളിലെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചാർട്ട് ആണ്. അതിലവൻ കാതറിൻ ബ്രിഡ്ജ് പറയുന്നു, കുട്ടികളുടെ വൈകാരിക വികാസത്തിൻ്റെ ആദ്യത്തെ വൈകാരിക പ്രകടനം എന്ന് പറയുന്നത് കരച്ചിലാണ്. കുട്ടികളിൽ പിന്നെ കണ്ടുവരുന്നത് ഇളക്കം അഥവാ സന്ത്രാസം അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒന്നാണ്. ഈ ഇളക്കവും സന്ത്രാസവും കഴിഞ്ഞാൽ പിന്നീട് അത് ഉല്ലാസം, പ്രഹർഷം, ആനന്ദം തുടങ്ങിയവയിലേക്ക് വരുന്നു. പിന്നെ ഭയം, അതുപോലെ തന്നെ ആകുലത തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അതിങ്ങനെ വികസിച്ചു പോകുന്നു. അപ്പോൾ കരച്ചലിൽ തുടങ്ങി, പിന്നെ എന്ത് ചെയ്യുന്നു, സന്ത്രാസത്തിൽ തുടങ്ങി, പിന്നെ ഉല്ലാസം, പ്രഹർഷം, ആനന്ദം, വ്യാകുലത, ഇങ്ങനെ അവരുടെ വൈകാരിക പ്രകടനങ്ങൾ വികസിച്ചു പോകുന്നു എന്നാണ് കാതറിൻ ബ്രിഡ്ജ് പറയുന്നത്. അപ്പോൾ പ്രധാനമായും ഓർക്കുക, ബേബിഹുഡ് എന്നറിയപ്പെടുന്ന ഘട്ടം ശൈശവം, അതേപോലെ തന്നെ ടോയ്ലറ്റ് സ്റ്റേജ് എന്നറിയപ്പെടുന്ന ഘട്ടം ശൈശവം. ഈ സ്റ്റേജിലെ ഏറ്റവും വലിയ വികാര പ്രകടനം എന്ന് പറയുന്നത് കരച്ചിൽ. നവജാത ശിശുക്കളിൽ ആദ്യം കണ്ടുവരുന്ന വികാരം ഇളക്കം അഥവാ സന്ത്രാസം അഥവാ എക്സൈറ്റ്മെൻറ്റ്.
പിന്നെ അത് ഉല്ലാസം, പ്രഹർഷം, ആനന്ദം, അതേപോലെ തന്നെ ഭയം, ആകുലത, ഇങ്ങനെ വളർന്ന് വളർന്ന് വരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എയിം സ്റ്റഡി സെന്ററിന് വേണ്ടിയിട്ട് ഡോക്ടർ വി ബാലകൃഷ്ണൻ. വീണ്ടും കാണാം നമുക്ക്. ആ സമയം വരെ എല്ലാവർക്കും നമസ്കാരം. സീ യു അഗൈൻ. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു.